കേന്ദ്ര സർക്കാർ ഇതിൽ കാണിച്ചത് വലിയ വഞ്ചനയാണ്. കാരണം പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്നു, വൻതോതിൽ അത് വാർത്തയായി. ഒരു പകൽ സമയം മുഴുവൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ചാനലുകളൊക്കെ അതൊക്കെ ലൈവായി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ എന്തിട്ടില്ല. കേരളത്തിന് ആ വിഷയത്തിൽ എന്താണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുക എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അവിടെ നമ്മൾ പോയ സമയത്ത് ഈ ആളുകൾ വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഭീകരമായ വാടകയാണ് കൊടുക്കുന്നത്. വളരെ ചെറിയ വീടുകൾക്ക് പോലും 5000-6000 രൂപ വാടക വാങ്ങിക്കുന്ന ആളുകൾ. എന്താ കാരണം? സർക്കാർ 6000 രൂപ വാടക ഇനത്തിൽ കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഉടമസ്ഥർക്ക് അത് കിട്ടുന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാണ്? അവർ പരമാവധി കൂട്ടി. കേരളം കണ്ട ഒരു വലിയ ഒരു ദുരന്തം, വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളുണ്ടായ ഒരു വലിയ ദുരന്തത്തിന് നമ്മളൊക്കെ സാക്ഷിയായത്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവനും സ്വത്തും വീടും കിടപ്പാടും എല്ലാം ഇല്ലാതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ആ ഒരു സമയത്ത് ഒക്കെ നടന്നു വന്നെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ ആളുകളൊക്കെ ഇത് മറന്നുപോയ സാഹചര്യം അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. പിന്നീട് അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഒരു സഹായങ്ങൾ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരാണെങ്കിലും അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുനരധിവാസം വിവാദങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ്. മുമ്പുണ്ടായ പുനരധിവാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വിവാദങ്ങളിലേക്ക് പോവുകയാണ്. ഇതൊരു തുടർക്കഥയായിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണത്? ഒന്ന്, ആര് എന്ത് അവകാശവാദം പറഞ്ഞാലും, ഏത് സർക്കാർ എന്ത് അവകാശവാദം പറഞ്ഞാലും ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്ക് വയനാട്ടിലേക്ക് നോക്കിയാൽ ഒരു നഗ്നമായ സത്യമുണ്ട്. അവിടുത്തെ ദുരിതബാധിതരായ ആളുകൾ അവർക്ക് അർഹമായത് കിട്ടിയിട്ടില്ല. അവർ ആ പ്രയാസങ്ങളിൽ നിലനിൽക്കുകയാണ്. വീട് നഷ്ടപ്പെട്ടവൻ അവരുടെ വീടുകളിലേക്ക് ആ അവസ്ഥ തുടരുന്നു. വാടകപ്പോൾ 3 മാസത്തെ 4 മാസത്തെ ഒരുമിച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പല പല പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അവിടെ അതുപോലെ തുടരുന്നു. ഞാൻ പറഞ്ഞത്, ആരെന്ത് അവകാശവാദം ഉന്നയിച്ചാലും പ്രശ്നം ഒരു നിലക്കും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മുടെ ഒരു പൊതുവായ പ്രശ്നം എന്താ വെച്ചാൽ അത് വയനാട് ഇഷ്യൂ മാത്രമല്ല, ഒരു ഇൻസ്റ്റൻറ്റ് മാനേജ്മെൻറ്റാണ്. ഒരു സംഗതി ചർച്ചയായി വരുമ്പോൾ അവിടെ ചില നടപടികളിലേക്ക് പോകും, ചില ആക്ഷനുകളിലേക്ക് പോകും. അതിൻ്റെ ആ ചൂട് അവസാനിക്കുമ്പോൾ എടുത്ത പ്രവർത്തനം തന്നെ അവിടെ നിർത്തും, പുതിയൊരു സംഗതിയിലേക്ക് പോകുന്നില്ല. ഇത് വയനാട് മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന ദുരന്തങ്ങളും ഇതിനു മുമ്പ് നടന്ന അപകടങ്ങളും. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വെള്ള പെയിൻ്റ് അടിച്ചു. അതിൽ നിന്ന് പലതരത്തിലുള്ള ലൈറ്റിങ്സുകൾ എടുത്തൊഴിവാക്കി. ഇപ്പോൾ വീണ്ടും ലൈറ്റിങ്സോട് കൂടിയാണ്, പെയിൻറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതിനകത്ത് നടക്കുന്നുണ്ട്. പണ്ട് തട്ടേക്കാട് ബോട്ട് ദുരന്തം ഉണ്ടായപ്പോൾ സ്കൂൾ കുട്ടികളുടെ ടൂറുമായി ബന്ധപ്പെട്ട് കുറേയധികം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ വിനോദയാത്രയ്ക്ക് രാത്രി യാത്ര പാടില്ല എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ? ഇതെല്ലാം ശരിയായ രൂപത്തിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ? കൃത്യമായി ഇങ്ങനത്തെ, ഇതൊന്ന് 2 ഉദാഹരണം പറഞ്ഞതാണ്. എവിടെയൊക്കെ അപകടങ്ങളുണ്ടായി ആ സമയത്തെടുത്ത തീരുമാനങ്ങൾ പരിഹാരം എന്ന നിലക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ ഇനി അത് വീണ്ടും ചർച്ചയാകണമെങ്കിൽ, വീണ്ടും അത് അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ, അത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ വീണ്ടും വേറൊരു അപകടം ഉണ്ടാവേണ്ടി വരണമെന്നൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. വയനാടിനെയും സംബന്ധിച്ചിടത്തോളം ശരിക്കും അവിടെ ഞാൻ ഒരുപാട് തവണ പോയതാണ്. 6-7 തവണ ഈ വയനാട് ദുരിതബാധിത പ്രദേശങ്ങളിൽ നമ്മുടെ വിശ്വ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. ഈ ചൂരൽമലയിൽ പോയിട്ടുണ്ട്, മുണ്ടക്കൈയിൽ പോയിട്ടുണ്ട്. അവിടുത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലും ഇല്ല. നമ്മളത് വിശദീകരിക്കേണ്ടതില്ല, ആളുകൾക്കൊക്കെ അറിയുന്ന സംഗതിയാണ്. ആ ഉറ്റവർ നഷ്ടപ്പെട്ടു പോയ ആളുകളെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടി മാത്രം ബാക്കിയായ ആളുകളെ, മക്കൾ നഷ്ടപ്പെട്ടു പോയവരെ, മാതാപിതാക്കളും സഹോദരങ്ങളും അങ്ങനെ പല പല ആളുകളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഒരുതരം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ പുനരധിവസിപ്പിക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല? അങ്ങനെ ചിന്തിക്കാൻ ഈ പുതിയ കാലഘട്ടത്തിലും എല്ലാവിധ സംവിധാനങ്ങളും വികസിച്ചൊരു കാലഘട്ടത്തിലും നമുക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവിടെ സർക്കാരുകൾക്കും ഉദ്യോഗസ്ഥ വൃന്ദത്തിനുമൊക്കെ വളരെ മാതൃകാപരമായി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. നമ്മൾ എത്ര വലിയ ടൗൺഷിപ്പ് എന്നുള്ള ചർച്ചയാണ് വന്നിരുന്നത്. എത്ര വലിയ ടൗൺഷിപ്പും ചർച്ച ചെയ്യാൻ പറ്റും. അത്
വൈകുന്തോറാണ് പ്രശ്നം. അതെ. ഇപ്പം നാളെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് അതിനുള്ള ഫണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതിലേക്ക് ആളുകൾ എത്തുന്നില്ല. അത് ചെറിയ ചെറിയ ഇപ്പോൾ കവളപ്പാറ പുത്തുമല ദുരന്തം നടന്ന സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കേണ്ടായി. അവിടുത്തെ വീടുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അവിടെ ശരിക്ക് ഒരു നിശ്ചിത ശതമാനം ചെരിവുള്ള സ്ഥലത്ത് വീട് വെക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ അവിടെ വീടുകൾ വെച്ച സ്ഥലങ്ങൾ പോലും അതിനനുയോജ്യമായ സ്ഥലങ്ങളല്ല. അവിടുത്തെ റൂഫിംഗ് സംവിധാനങ്ങൾ പോലും അത്ര പ്രോപ്പറായിട്ടുള്ളതല്ല. മണ്ണൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവിടെ ടാർപ്പായകൾ കൊണ്ട് ഈ മണ്ണ് മൂടിയിട്ടിരിക്കുകയാണ്. മണ്ണൊലിച്ച് വീടുകൾ പോകാതിരിക്കാൻ വേണ്ടി. മഴ പെയ്താൽ വീടുകൾ ചോർന്നൊലിക്കുകയാണ്. അത് ഉണ്ടാക്കിയ ഫണ്ടുമായി ബന്ധപ്പെട്ട് തന്നെ പിന്നെ എന്താണ് ചില സംഘടനകൾ അവർ സർക്കാർ കൊടുത്ത 4 ലക്ഷം തങ്ങളുടെ വക ചെറിയ എമൗണ്ടും കൊടുത്ത് വീട് തൽക്കാലം ചെറിയൊരു വീടുണ്ടാക്കി കൊടുത്ത് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാം കൂടി നമ്മളിങ്ങനെ പറയണമെന്നറിയില്ല. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഒരു ഇൻസ്റ്റൻറ്റ് മാനേജുകൾക്കപ്പുറം ആളുകളുടെ മനസ്സിൽ സഹതാപം നിലനിൽക്കുന്ന ആ സമയത്ത് മാത്രമുള്ള പ്രഖ്യാപനങ്ങളെക്കാൾ താൽക്കാലികമായ ചെറിയ ചെറിയ സഹായങ്ങളെക്കാൾ ഒരു ബൃഹത്തായ പദ്ധതി മനസ്സിൽ കണ്ട് വലിയ പ്ലാനുകൾ തയ്യാറാക്കി മുഴുവൻ ആളുകളെയും ദ്രുതഗതിയിൽ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇത് നയം സ്വീകരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കോ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിനോ ഇല്ല എന്നതാണ് ഇതിങ്ങനെ ലാഗ് ചെയ്തു പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സൊക്കെ മരവിച്ചു പോകുമെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ അവിടെ നമ്മൾ പോയ സമയത്ത് ഈ ആളുകൾ വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഭീകരമായ വാടകയാണ് കൊടുക്കുന്നത്. വളരെ ചെറിയ വീടുകൾക്ക് പോലും 5000-6000 രൂപ വാടക വാങ്ങിക്കുന്ന ആളുകൾ. എന്താ കാരണം? സർക്കാർ 6000 രൂപ വാടക ഇനത്തിൽ കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഉടമസ്ഥർക്കറിയാം അത് കിട്ടുന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാണ്? അവർ പരമാവധി കൂട്ടി ചൂഷണം ചെയ്യാണ് പരമാവധി. എന്നാൽ അത് അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു നോക്കി അതിന് പരിഹരിക്കുക, അങ്ങനത്തെ ഒരു ഇടപെടലും അതും നടക്കുന്നില്ല. അപ്പോൾ തത്വത്തിൽ എന്താ വെച്ചാൽ ഏത് ദുരന്തം നമുക്കുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും മൊത്തത്തിൽ കണ്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ എന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാനും അത് ഏറ്റവും അഡ്വാൻസായി ചെയ്യാനും കഴിയാവുന്ന ഒരു കാലഘട്ടത്തിൽ അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായും ആ വിഷയത്തിൽ കൃത്യമായൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് സ്പോട്ട്ലൈറ്റിന് പറയാനുള്ളത്. നമ്മൾ ഈ ടോപ്പിക്ക് എഴുതിയപ്പോൾ വയനാട് പുനരധിവാസം പ്രതിക്കൂട്ടിലാരും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരാണ് പ്രതി? അല്ല, ഇതിൻ്റെ തത്വം നിഷാദ് സൽഫി ഇവിടെ പറയണ്ടായി. ആരാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം പറഞ്ഞത്? എനിക്ക് അതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വളരെ നിർഭാഗ്യകരമാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയാതെ പോകാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ ഇതൊരു പ്രതിഷേധിച്ച് വാങ്ങേണ്ട ഒരു ആനുകൂല്യമല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ പ്രതിഷേധിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അങ്ങേയറ്റത്തെ തകരാറാണ്. ഒരു ലജ്ജിച്ച് തല താഴ്ത്തേണ്ട വിഷയമാണ്. കാരണം ഈ വിഷയത്തിൽ ധാരാളം സമ്പത്ത് നമ്മുടെ സർക്കാരുകളുടെ കയ്യിൽ ജനങ്ങൾ കൊടുത്തു തന്നെയുണ്ട്. വേറെ പോട്ടെ, ജനങ്ങൾ കൊടുത്തു തന്നെയുണ്ട്. അത് പ്രതിഷേധിച്ച് വാങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരം, ഒരു എന്താ പറയുക, ഒരു ആധുനിക ഗവൺമെൻറ്റിന് യോജിച്ച സംഗതിയല്ല. അതാണ് ഇതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊരു ഔദാര്യം അല്ല, അതൊരു അവകാശമാണ്. ഇത് ഇവരുടെ അവകാശമാണ്, പിന്നാലെ നടന്ന് വാങ്ങേണ്ട കാര്യമല്ല. പിന്നെ ഇത് പരിഹരിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മളെ നികുതിപ്പണം നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ പൗരന്മാരുടെ സ്വത്തും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടി തന്നെയാണ് എന്ത് നമ്മൾ സർക്കാരുകൾക്ക് നികുതിപ്പണം കൊടുക്കുന്നതും സർക്കാരിനെ ജയിപ്പിച്ചു വിടുന്നതും അവർ ഭരിക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അതിന് പ്രത്യേക ഫണ്ടും സംഗതികളുണ്ട്. അതൊന്ന് കേന്ദ്ര സർക്കാർ തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഇതിൽ കാണിച്ചത് വലിയ വഞ്ചനയാണ്. കാരണം പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്നു, വൻതോതിൽ അത് വാർത്തയായി. ഒരു പകൽ സമയം മുഴുവൻ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ ചാനലുകളൊക്കെ അതൊക്കെ ലൈവായി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ എന്ത് ചെയ്തിട്ടില്ല. കേരളത്തിന് ആ വിഷയത്തിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുക എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് കളിക്കണം. അപ്പോൾ ഒരു പ്രതി കേന്ദ്ര സർക്കാർ ഇതിൽ പ്രതിയാണ്. ആരാണ് പ്രതി എന്ന് ചോദിച്ചാൽ അത് പ്രതിയാണ്. പിന്നെ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്കറിയാം, കേരളത്തിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഈ വിഷയത്തിൽ പൊതുജനം സഹായിച്ചതുണ്ട്. ഈ സാധാരണക്കാരായ ആളുകൾ
സഹായിച്ച കാശുണ്ട്. അപ്പോൾ ആ പണം സർക്കാർ കുറേയൊക്കെ പിന്നെ വിതരണങ്ങളും കാര്യങ്ങളും സഹായങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒട്ടും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവയ്ക്ക് ഒരു കിടപ്പാടം, അതോടൊപ്പം തന്നെ നല്ലൊരു വീട്, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവർക്ക് ഫ്രീ ആയിട്ട് ആ വാടകയൊക്കെ ഒഴിവാക്കി ഒരു സ്വസ്ഥത കിട്ടുള്ളൂ. അത്തരം ഒരു വിഷയത്തിലേക്ക് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, കടന്നിട്ടില്ല. അത് നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് വരുന്ന വലിയൊരു വീഴ്ചയാണ്, വലിയൊരു പോരായ്മയാണ്. അതിന് കാരണം നേരത്തെ നിഷാദ് സലഫി പറഞ്ഞ പോലെ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ പാച്ചപ്പ് വർക്ക് ചെയ്ത് പോകുക എന്നുള്ള രൂപം. എവിടുന്നെങ്കിലും ഒരു ശബ്ദം വരുമ്പോൾ, ഒരു പ്രതികരണം വരുമ്പോൾ, ഒരു പ്രതിഷേധം വരുമ്പോൾ അപ്പോൾ അതിനൊരു മറുപടി, അതിനുള്ള ഒരു പാച്ചപ്പ് വർക്ക്, അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ പുറത്തു വിടുക. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും മീഡിയയിൽ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് വർത്താനമില്ല. പിന്നെ ആരെങ്കിലും ഒരാൾ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു മറുപടി. ഇതിനർത്ഥം എന്താ, ഒരു കൃത്യമായൊരു ഫോളോ അപ്പും സംവിധാനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വിസിബിൾ അല്ല. അത് ഇങ്ങനത്തെ ഒരു വിവാദം വരുമ്പോൾ മാത്രമാണ് വിസിബിൾ ആകുന്നത്. അത് ശരിയല്ല. അപ്പോൾ ആ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പോളിസിയാണ് പ്രധാനം. അവിടെ എവിടെയാണ് വീടുണ്ടാക്കേണ്ടത്, അത് സർക്കാർ അവിടെ വീടുണ്ടാക്കും, ആർക്കൊക്കെ വീടുണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ധാരാളം സന്നദ്ധ സംഘടനകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള കണക്കടക്കം പറഞ്ഞിട്ടുണ്ട്. 100, 200, 50, 10 എന്നൊക്കെ പറഞ്ഞ് ഓരോ സംഘടനകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എവിടെയാണ് വീടുണ്ടാക്കേണ്ടത്? അത് സർക്കാർ ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നതൊക്കെ ഒന്നാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ സന്നദ്ധ സംഘടനകൾക്കൊരു കാഴ്ചപ്പാട് സർക്കാർ കൊടുക്കണം. ഇന്ന രീതിയിലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടൗൺഷിപ്പുകളാണെങ്കിൽ ഇന്ന സ്ഥലത്താണ് ടൗൺഷിപ്പിന് സ്ഥലം കാണുന്നത്, അത് ഇന്ന മാതൃകയായിരിക്കും ഉണ്ടാവുക. അതിൽ സർക്കാർ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വീട് വെക്കാം. ആ വീട് വെക്കുന്നതാണെങ്കിൽ അതിന് ഇത്ര കാശാണ് വരിക. ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതി സർക്കാർ പെട്ടെന്ന് ആക്ട് ചെയ്യണം. ആ ആക്ഷൻ വരാതിരിക്കുമ്പോൾ എല്ലാവരുടെയും സ്റ്റക്കായി നിൽക്കുകയാണ്. അതായത് ഇതിന് കാശ് പിരിച്ചു വെച്ച ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ, മത, വിദ്യാഭ്യാസ ഒരുപാട് സംഘടനകളുണ്ട്. അവർക്കൊന്നും ഇതിൽ ആ നിലക്കുള്ളൊരു കാര്യങ്ങൾ തുടങ്ങാൻ കഴിയില്ല. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് അവിടെയും ഇവിടെയൊക്കെ തുടങ്ങി വെക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സർക്കാരിൻ്റെ ഫണ്ട് അവിടെ ഇരിക്കുകയും മറ്റുള്ള സന്നദ്ധ സംഘടനകളൊക്കെ കൂടി ഇത് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിയല്ലല്ലോ. സർക്കാരിൻ്റെ ഫണ്ട് ഇതിനു വേണ്ടി ജനങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യണം, പെട്ടെന്ന് പുറത്തെടുക്കണം, അതെന്താണെന്ന് ക്ലാരിറ്റി വരുത്തണം. അതോടൊപ്പം സന്നദ്ധ സംഘടനകൾ എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യണം, തിന്നുകയും തീറ്റിക്കുകയും ചെയ്യാത്തൊരു നടപടി എന്തല്ല, ഒരിക്കലും ചെയ്യൂല. വേറൊരു ആൾക്കാർക്ക് ചെയ്യാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കാത്തയും ഒരു സാഹചര്യം ഇനിയും നീണ്ടുപോയിക്കൂടാ. എനിക്കത് പറയാനുള്ളത്, ഇതിൽ നമ്മുടെ കൽപ്പറ്റ MLA അദ്ദേഹം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് ഇത് കേന്ദ്ര സർക്കാരിനെ ആണെങ്കിലും കേരള സർക്കാരിനെ ആണെങ്കിലും നിരന്തരം ഇത് സമ്മർദ്ദത്തിലാക്കുകയും അവരെ കൊണ്ട് ഈ വിഷയത്തിൽ ഫോളോ അപ്പ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ഒരു പരിധിവരെ ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 5 മാസം പിന്നിട്ടു, ഇനിയും അതിന് വ്യക്തത കിട്ടാതെ വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ അത് കടുപ്പിക്കണം. ഈ അടുത്തൊരു പത്രസമ്മേളനമൊക്കെ കണ്ടിരുന്നു. പക്ഷെ അത് പോരാ, നിരന്തരം ഒരു പ്ലാന് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ആക്ട് ചെയ്യണം. അതിന് ഗവൺമെൻറ്റുകളോട് ചോദിച്ചുകൊണ്ടിരിക്കണം, അത് ജനങ്ങളെ അതിന് അണിനിരത്തണം. അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം എന്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടുത്തെ വിഷയങ്ങൾ പുറത്തേക്ക് കിട്ടും. അപ്പോൾ എല്ലാ സംഘടനകൾക്കും ആളുകൾക്കൊക്കെ ആ വിഷയം മനസ്സിലാക്കാൻ പറ്റും. അത് സർക്കാരിന് സമ്മർദ്ദമായി ചെല്ലും. അപ്പോൾ സർക്കാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ കാര്യത്തിൽ പെട്ടെന്ന് നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ കേന്ദ്രത്തിനും കേരള സർക്കാരിനും നമ്മുടെ പ്രതിപക്ഷത്തിനും വിശിഷ്യ അവിടെയുള്ള നമ്മുടെ MLAക്കൊക്കെ എന്തുണ്ട്, ഇതിൽ കാര്യമായ റോളുണ്ട്. ആ റോളെല്ലാം സ്വീകരിക്കണം. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ബൃഹത്തായൊരു കർമ്മ പദ്ധതിയും ശാശ്വതമായൊരു പരിഹാരവും വേണം എന്നുള്ളതാണ് സ്പോട്ട് ലൈറ്റിൽ നിർദ്ദേശിക്കാനുള്ളത്.